പാൻറ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ പിള്ളേർ പതിനൊന്നും പറഞ്ഞിട്ട് പുറകെ നടക്കുമായിരുന്നു. ഈ പാലമൊക്കെ വന്നതിന് മുമ്പ് നമ്മൾ എറണാകുളത്ത് നിന്ന് ഞാനൊക്കെ ബൈക്കിൽ തേവര അറ്റത്ത് കൊണ്ടുപോയിട്ട് ആ ബൈക്ക് അവിടെ റോട്ടിൽ തന്നെ ചാരി വെച്ചിട്ട് ഞാൻ അവിടുന്ന് നേരെ വഞ്ചിയുണ്ട്. അപ്പോൾ ആ വഞ്ചിയിൽ ഞങ്ങൾ നെട്ടൂർ അറ്റത്തേക്ക് ഇറങ്ങും. നെട്ടൂർ അറ്റത്ത് ഇറങ്ങി അവിടുന്ന് അങ്ങ് നടക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നടപ്പും കുഴപ്പമില്ല, നടന്ന്. അപ്പോൾ നെട്ടുപാലമൊക്കെ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ പാലമാണ് നെട്ടുപാലം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സൈക്കിൾ ഉണ്ടായിരുന്ന കാരണം അവിടുന്ന് ബൈക്കോടെ വയ്ക്കും. ഇതിൻ്റെ ഈ പുഴയുടെ ആ മൂലയാണ് ഇല്ലേ, ആ മൂലയാണ്. അതിനപ്പുറത്താണ് കടത്തള്ള. കടത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് ഞങ്ങൾ നടന്നേ പോകുള്ളൂ. അവിടുന്ന് ബോട്ടിലാണ് പനങ്ങാട്ടേക്ക് പോകേണ്ടത്. പക്ഷേ ഞാൻ സ്ഥിരം നടക്കും, നല്ലൊരു ലോങ് വാക്ക്. പക്ഷേ അതൊരു ഉദ്ദേശം 6-7 കിലോമീറ്റർ രാവിലെയും ഇവിടുന്ന് അങ്ങോട്ടും നടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞാൽ അവിടെ ഇനി ആ മുന്നമ്പലത്തിന് അപ്പുറത്ത് കുമ്പളത്തേക്ക് പാലം വരിക. അത് കഴിഞ്ഞാൽ കുമ്പളവും ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആവും. അപ്പോൾ ഞാൻ ആ ബൈക്കിൻ്റെ ഉള്ളിൽ എൻ്റെ പാൻറ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പാൻറ് ഊരി മടക്കി ഞാൻ ബൈക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടുന്ന് ഞാൻ മുണ്ടെടുത്തിട്ടാണ് ഞാൻ കടത്ത് കിടന്ന് പനങ്ങാട്ടേക്ക് പോകണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാൻറ് ഇട്ട് ഞാൻ അവിടെ കൂടി കഴിഞ്ഞാൽ അവിടുന്ന് അന്ന് പിള്ളേരെല്ലാം 11 എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം പാൻറ് അന്ന് പനങ്ങാട്ടേക്ക് ഇട്ടില്ലായിരുന്നു. ഈ പാൻറ് ഇടണ ഇവിടെ തേവര ആ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് തന്നെ മുണ്ട് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കൂടി പാൻറ് വലിച്ച് കയറ്റും, മുണ്ട് ചുരുട്ടി ബൈക്കിൻ്റെ ഉള്ളിൽ വയ്ക്കും. ബിലീവ് ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് പാൻറ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ പിള്ളേർ 11 പറഞ്ഞിട്ട് പുറകെ നടക്കുമായിരുന്നു. നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെ, സോ ഇൻട്രസ്റ്റിംഗ്. അത് തന്നെ. സോ എന്തായാലും ഇതൊരു ഡോക്യുമെൻ്റ് ചെയ്യണത് നല്ലത് തന്നെയാണ്, കുറേ കാര്യങ്ങൾ. ഓക്കെ, അഡിയോസ് അമിഗോസ്.